ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ നടന്നു വരുന്ന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നാം കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. എല്ലാവരും ആ വിഷയങ്ങളെക്കുറിച്ച് വളരെ അറിവും പ്രാപ്തിയുമുള്ളവരാണ് എന്നെനിക്ക് നല്ല ബോധമുണ്ട്. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലൂടെ ചില വാക്യങ്ങൾ കൂടെ ഒരുമിച്ച് നമുക്ക് ചിന്തിച്ചും ധ്യാനിച്ചും കടന്നു പോകുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അതെത്രമാത്രം ഉന്നതമായ ഒരു വിഷയമാണ്. അത് നാം മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ട് സർവ ലോകവും കർത്താവിൻ്റെ കാൽക്കീഴിൽ കർത്താവിൻ്റെ ആധിപത്യത്തിൽ ആയിരിക്കുന്ന അനുഭവത്തെയാണ് കർത്തൃത്വം എന്നുള്ള വാക്കുകൊണ്ട് ആധിപത്യത്തിലായിത്തീരുക എന്നുള്ള അർത്ഥമാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇന്ന് വിശദീകരണങ്ങൾ കൂടാതെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം. നമുക്കറിയാം, ശിഷ്യത്വം എന്നുള്ള വിഷയവും കർത്തൃത്വം എന്നുള്ള വിഷയവും അത് രണ്ടും പാരലലായിട്ട് പോകുന്ന വിഷയങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന നമ്മൾ ഓരോരുത്തരും ആ ശിഷ്യത്വത്തിന് വിധേയപ്പെടുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ശിഷ്യന് ഗുരുവിനെ പോലെ ആകുന്നത് മതി. അപ്പോൾ ഗുരു എത്രമാത്രം ഔന്നത്യത്തിലും ഗുരു എത്രമാത്രം ഈ ശിഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രയും ആഴത്തിലും ആ ഔന്നത്യത്തിലും എത്തിച്ചേരുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ഗുരുവിനെ അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അങ്ങനെ തന്നെ പ്രായോഗികമാക്കുന്ന അനുഭവമാണ് ശിഷ്യത്വം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ആ യജമാനൻ അങ്ങനെ തന്നെ നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് കർത്തൃത്വം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആധിപത്യത്തിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് കർത്തൃത്വം എന്നുള്ള വാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഈ കർത്താവ് തന്നെ പറഞ്ഞ ചില വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. എന്നിട്ട് കർത്താവ് അതിന് തൊട്ട് മുൻപ് പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഒരു കാര്യം കൂടെ കർത്താവ് പറഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു, ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന ആളുകളുടെ അവരുടെ പ്രവൃത്തി, അവരുടെ ഫലം, ആ ഫലത്തിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രവൃത്തികളാൽ, അവരുടെ ഫലത്താൽ നമുക്കവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഫലം കായ്ക്കുന്ന വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ ചെന്നാൽ നാം വളരെ കർത്താവിന് ഫലം കായ്ക്കുന്ന, കർത്താവിൽ വസിക്കുന്ന, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്ന, എബൈഡ് ഇൻ ക്രൈസ്റ്റ്, കർത്താവിൽ വസിക്കുന്ന വിശ്വാസികളുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ഫലം കായ്ക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതും ഈ കർത്തൃത്വവുമായിട്ട് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ അങ്ങനെ തന്നെ നമ്മളെ ചേർത്തൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം
ആ വാക്ക് പാരസൈറ്റ് എന്നുള്ളൊരു വാക്ക് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുക. അപ്പോൾ കർത്താവിൽ വസിച്ചിട്ട് അവനിൽ നിന്ന് ജീവരസം ഊറ്റിയെടുത്ത് നാം കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി യേശുക്രിസ്തുവിന് ഫലം കായ്ച്ച് നാം ഈ ലോകത്തിൽ നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ച് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് അനേകർ കർത്തൃത്വം അംഗീകരിക്കാതെ കർത്താവെ എന്ന് വിളിക്കുന്നവരുണ്ട്. അതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. കർത്തൃത്വം അംഗീകരിക്കാതെ എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നു, എന്നിട്ട് അവർ അനേക പ്രവൃത്തികൾ ചെയ്യുന്നു. കർത്താവെ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവെ എന്ന് അധരം കൊണ്ട് വിളിക്കുന്നതല്ല കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത്. മറിച്ച് ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ യേശുക്രിസ്തുവിനെ കർത്താവായി ആ കർത്താവിൻ്റെ ആധിപത്യം അംഗീകരിച്ച് പോകുന്നതാണ് യഥാർത്ഥ കർത്തൃത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വിശ്വാസി എപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് വരുന്നത്? റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു ഭാഗമാണ്. സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ നാം പോകുമ്പോൾ അനേകരോട് ഈ വാക്യം ഉദ്ധരിച്ച് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കാറുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ കർത്താവായിട്ട് നാം അംഗീകരിക്കുമ്പോൾ, അവിടെ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക. ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സാധാരണയായിട്ട് നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞു, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് ഏറ്റുപറയുക, അങ്ങനല്ല, യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുക. ഇതൊരു സത്യപ്രതിജ്ഞയുടെ പ്രാബല്യമുള്ള വാക്യമാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുക. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഒരാൾ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പദവിയിലേക്ക് വരുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിക്കൊണ്ടാണ്, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലിക്കൊണ്ടാണ്. അങ്ങനെ ആ ഒരു അനുഭവത്തിനോട് താതാത്മ്യം പറ്റുന്ന ഒരു വാക്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറയുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം റോമൻ പ്രോവിൻസിൽ അവരുടെ കർത്താവ് എന്ന് പറയുന്നത് അവരുടെ ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിയെ മാത്രമേ കർത്താവെന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ലോർഡ്ഷിപ്പ് അത് റോമൻ ചക്രവർത്തിമാരെയാണ്. എന്നാൽ അത് മാറിയിട്ട് ഒരു ക്രിസ്തു ഭക്തൻ ആ ചിന്ത വിട്ട് യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം, ഈ ലോക ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം ഞാൻ അംഗീകരിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ വാഴുവാൻ, ക്രിസ്തു എന്നിൽ ജീവിക്കുവാൻ ഞാനിനി ലോകത്തിൻ്റെ അടിമയല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ അടിമയായിട്ട് മാറുന്നു. അതാണ് പൗലോസ് റോമാലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്, കെട്ടപ്പെട്ട അടിമ, ഡൂലോസ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കെട്ടപ്പെട്ട അടിമ, കാതു തുളയ്ക്കപ്പെട്ട അടിമ എന്ന് പറഞ്ഞാൽ യജമാനനെ ഒരു കാരണവശാലും വിട്ടുപോകാതെ യജമാനൻ്റെ കൂടെ കഴിയുവാൻ, യജമാനനോട് ചേർന്ന് നിൽക്കുവാൻ, എന്തു വന്നാലും യജമാനന് വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ള ഒരടിമ. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ വായുകൊണ്ട് ഏറ്റുപറയുക, ആ കാര്യം ഏറ്റുപറയുമ്പോൾ യേശുക്രിസ്തു ജീവിതത്തിൻ്റെ കർത്താവായിട്ട് മാറുകയാണ്. യേശുക്രിസ്തു നമ്മുടെ കർത്താവായിട്ട് മാറുകയാണ്. അങ്ങനെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അത് വ്യാപരിക്കണം. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ അത് നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. സ്ലീഹന്മാർ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് അവരെല്ലാവരും കർത്താവിന് വേണ്ടി അവരുടെ മരണം വരെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് വേണ്ടി ആ ഭയങ്കരമായ യേശുക്രിസ്തുവിന് വേണ്ടി മരണം വരെ ഏറ്റെടുക്കുവാൻ തയ്യാറായി. സ്തെഫാനോസ്
യേശുക്രിസ്തുവിന് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയായി തീരുമ്പോൾ ആ ആ മനോഹരമായ പ്രസംഗം, ആ പ്രസംഗത്തിൽ കർത്താവിനെ എത്രമാത്രം ഉയർത്താമോ, പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ എത്രമാത്രം അനുഗ്രഹീതമായ നിലയിൽ അവരുടെ മുൻപിൽ വരച്ചു കാണിക്കാമോ, ആ വാഗ്മായ ചിത്രങ്ങൾ കൊണ്ട് അത് വരച്ചു കാണിച്ചിട്ട് അവൻ, അല്ലെങ്കിൽ സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കുമ്പോഴും ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കർത്തൃത്വം എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നതാണ്, മരണത്തെക്കാൾ ഉപരി കർത്താവിനെ ബഹുമാനിക്കുന്ന. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ നാം ഒരു പ്രത്യേക വാക്യം വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എഫെസ്യർ 3:24. അവിടെയും നമ്മൾ വായിക്കുന്നത് 3:14 നമ്മൾ എഫെസ്യർ ആ വാക്യം ഞാൻ കുറിച്ചത് തെറ്റിപ്പോയി, ദയവായി ക്ഷമിക്കണം. അവിടെ നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ കൊലോസ്യർ 3:24 അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ ഈ കർത്താവിനെ സേവിക്കുക, ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ നമ്മൾ സേവിക്കുകയാണ്. ഈ കർത്താവിനെ സേവിക്കുന്നത് അതിഭയങ്കരമായ ഒരനുഭവമാണ്. ഞാൻ ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഏലിയാവ് രാജാവിൻ്റെ അഹാബിന് മുൻപിൽ നിന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അപ്പോൾ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടെ അവിടുന്ന് വരികയാണ്. എന്താണ്? ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് വളരെ വളരെ അടുത്ത ഒരു ബന്ധം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് അവകാശം എന്ന പ്രതിഫലം നമുക്കുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ആ കർത്താവിനെ നമ്മൾ കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ നിയമ ഭക്തൻ, ഒരു വിശ്വാസി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ജീവിതം എങ്ങനെയും അവസാനിപ്പിച്ച് നിത്യതയിലേക്ക് ചെല്ലുക എന്നുള്ള വലിയൊരു ദൗത്യം നമുക്കുണ്ട്. എന്നാൽ അത് കർത്താവായ ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആ സേവ എന്ന് പറയുന്നത് ഏലിയാവ് സേവിച്ചതുപോലെ കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരനുഭവമാണ്. കർമ്മേലിൽ വെച്ച് ഏലിയാവ് ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കറിയാം. അവിടെയും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഭോജനയാഗത്തിൻ്റെ സമയത്ത് ആകാശത്തു നിന്ന് തീയിറക്കുവാനുള്ള ധൈര്യം, ആ വിശ്വാസം, ആ ഭയങ്കരമായിരിക്കുന്ന ദൈവത്തിലുള്ള ഉറപ്പ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത് നിർവഹിക്കുമെന്നുള്ള ധൈര്യം, അത് ഈ ഏലിയാവിനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം കർത്താവിൻ്റെ കർത്തൃത്വത്തിലേക്ക് വരികയാണ്. രക്ഷിക്കപ്പെട്ട അന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചവരാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനായിട്ട് നമുക്ക് അവകാശമില്ല. നാം കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ദാസിദാസന്മാരായിട്ട് മരണം വരെ അവൻ്റെ കുരിശ് ചുമന്ന് പിന്നാലെ പോവുകയാണ്. ആ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക വാക്കുണ്ട്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം. ഹി ഹാസ് ടു ഡിനൈ ഹിംസെൽഫ്. അവനെ തന്നെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അവനില്ല, അവനെ ത്യജിച്ച് കളഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ തൻ്റെ ക്രൂശ് എടുത്ത് യാത്ര ചെയ്യുക. അതാണ് വാസ്തവത്തിൽ ആ കർത്തൃത്വത്തിൻ്റെ പുറത്തേക്കുള്ള കർത്തൃത്വം നമ്മുടെ ജീവിതത്തിലുള്ളത്. പുറത്തേക്ക് വമിക്കുന്നത് അങ്ങനെയാണ്, ബഹിർഗമിക്കുന്നത് കർത്താവിനോടുള്ള കർത്തൃത്വത്തിൻ്റെ ആശയമാണ്. ഇനി നമുക്ക് ഈ കർത്താവിൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിൽ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ചില വാക്യങ്ങൾ മാത്രം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിന് ഒരു വലിയ സ്ഥാനമുണ്ടാകണം. നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും അന്തർഭാഗത്തു നിന്നായിരിക്കണം. പുറമേ ഉള്ള ഒരു ഭക്തിയല്ല, വേഷഭക്തിയല്ല, പുറമേ ഉള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം
അത് നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അത് ആ കർത്തൃത്വം എന്ന് പറയുന്നു 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവ്, ഹൃദയങ്ങളിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുക. സെറ്റ് അപ്പാർട്ട്. നമ്മൾ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അത് മാറ്റിവെക്കുന്നതിനെയാണ് സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെയാണ് ഇവിടെ വിശുദ്ധീകരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുക. അപ്പോൾ ഒന്നാമത് ഒരു ദൈവപൈതൽ ചെയ്യേണ്ടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ഹൃദയം കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് അങ്ങനെ മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് വേറൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം ഇതാണ്: കർത്താവിനെ യാതൊരു വിധത്തിലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു അർത്ഥമാണ്, യേശു കർത്താവിനെ യാതൊരു കാരണവശാലും ഒരു ചോദ്യം ചോദിക്കാതെ കർത്താവ് പറയുന്നതെല്ലാം അങ്ങനെ തന്നെ അനുസരിക്കുക. ഇത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് എന്നൊക്കെ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ചോദിച്ചു പോകാം. എന്നാൽ കർത്താവിനാൽ വരുന്നതെല്ലാം ചോദ്യം കൂടാതെ അനുസരിച്ച് കർത്താവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കുക. നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, മോശയ്ക്ക് ഈ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം പണിയുന്ന കാര്യത്തിൽ മോശ ചെയ്ത കാര്യം അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും മോശ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്, അങ്ങനെ തന്നെ അനുസരിക്കുന്നതാണ്, യാതൊരു കാരണവശാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇനി നോഹയോടുള്ള ബന്ധത്തിൽ, പെട്ടകം പണിയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ കൽപ്പിച്ചതുപോലെ കൃത്യമായ അളവ്, കൃത്യമായ രീതിയിൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. നമുക്കറിയാം, അന്ന് ആ കാലത്തെ സാഹചര്യം, മഴയില്ലാത്ത കാലം, ഒരിക്കലും മഴ പെയ്യുമെന്ന് വിചാരിക്കാത്ത കാലം, അതുപോലെ തന്നെ എന്തെല്ലാം സാഹചര്യങ്ങൾ അന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു ചോദ്യം ചെയ്തില്ല, അങ്ങനെ തന്നെ അങ്ങ് അനുസരിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തു. കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ അങ്ങനെ ചെയ്തു. അതാണ് മോശയെക്കുറിച്ചും അതുപോലെ നോഹയെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യം. അവരുടെ ജീവിതത്തിൽ വളരെ ഭയങ്കരമായ നിലയിൽ കർത്താവിനെ അനുസരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ചോദ്യം ചെയ്യാതെ കർത്താവിനെ അനുസരിക്കുവാൻ നമുക്കിടയായി തീരണം. ഈ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിനെന്ന് പത്രോസ്ലീഹ പറയുമ്പോൾ, പത്രോസ്ലീഹയുടെ ഹൃദയത്തിൽ ഒരു കുത്തുണ്ട്. എന്താണെന്നറിയോ? കർത്താവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിരാശാജനകമായ ചില സംഭവങ്ങളുണ്ടായി. താൻ കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് പിന്നീട് പത്രോസ്ലീഹ വളരെ നിലവിളിച്ച് താൻ ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പത്രോസിനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവർ, ആ 3 ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ്, തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം ആ തള്ളിപ്പറഞ്ഞിട്ട് ഞാനും മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയ പത്രോസിനെ കർത്താവ് തിരികെ കൊണ്ടുവന്ന് അതേ കനലിൽ, ആ തീയുടെ അനുഭവത്തിലൂടെ പത്രോസ് തൻ്റെ ജീവിതത്തിൽ ഈ കനലിൻ്റെ അനുഭവത്തിലൂടെ പിന്നെയും കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ചോദ്യം, ആ ചോദ്യം ഇതാണ്: നീ എന്നെ സ്നേഹിക്കുന്നു? കർത്താവേ, നീ സകലവും അറിയുന്നു. അവസാനത്തെ ഉത്തരം അതായിരുന്നു, നീ സകലവും അറിയുന്നു. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ആ സമയത്ത്
വേണ്ടതുപോലെ അനുസരിക്കുവാനോ തനിക്ക് ആ നിലയിൽ ഉൾക്കൊണ്ട് അതിനൊരു മറുപടി ചെയ്യുവാനോ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിരാശാബോധം ഒരുപക്ഷെ പത്രോസിനുണ്ടായിക്കൂടാ എന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് പോകുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ കർത്താവായി വിശുദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചിന്താമണ്ഡലം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. അപ്പം നമ്മുടെ ചിന്താമണ്ഡലത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ദാസീദാസന്മാരായ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ചിന്ത എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയം ഗേഹസിയുടെ ഹൃദയം പോലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റേതായിരിക്കുന്ന മോഹങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ഹൃദയം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയുള്ള ഹൃദയം, എന്നാൽ ദൈവീകമായ വിഷയങ്ങളിൽ സമ്പന്നത ഇല്ലാത്ത ഹൃദയത്തിൻ്റെ, അല്ലെങ്കിൽ ദരിദ്രന്മാരായി തീർന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയം എങ്ങനെ സൂക്ഷിക്കണം, നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെ സൂക്ഷിക്കണമെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എന്നാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു, നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു. ഞാൻ അതിലെ 2 വാക്കുകൾ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയുന്നു, പിന്നെ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് നിരവധി വിചാരങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷേ വിചാരമില്ലാത്ത ആരെങ്കിലും ഇന്ന് നമ്മുടെ ഇടയിലുണ്ടോ? ഒരു വിചാരവും ഇല്ല, എനിക്ക് ഒരു വിചാരവും ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? നമുക്കെല്ലാവർക്കും വിചാരങ്ങളുണ്ട്. നമ്മളെല്ലാവരും വിവിധ വിചാരങ്ങളാൽ വശപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നാൽ ഈ വിചാരങ്ങളെ, ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളെയും ഇടിച്ചു കളയുക. ദൈവവചനത്തിന് വിരോധമായി, ആത്മീയജീവിതത്തിന് വിരോധമായി, വിശ്വാസ ജീവിതത്തിന് വിരോധമായി, നമ്മുടെ പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിന് വിരോധമായി, നമ്മുടെ ജീവിതത്തിലേക്ക് വിവിധ തരത്തിലുള്ള ചിന്താകുലങ്ങൾ, വിവിധ തരത്തിലുള്ള ആകുലതകൾ അത് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മളതിനെ ഇടിച്ചു കളയുവാനായിട്ട് ഇടയാകണം. അത് നമ്മളെ മുറിപ്പെടുത്തി ഇടിച്ചു കളയുക എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നീട് നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ ഏത് വിചാരത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിന് പിടിച്ചടക്കുക. അതൊരു ഒരു 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 എന്താ പറയണ്ടേ, ഒരു മല്ലയുദ്ധം പോലെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അവിടെ എഴുതി. പിടിച്ചടക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്രമാത്രം നമ്മളെ തന്നെ പിടിച്ചൊതുക്കി, നമ്മളെ തന്നെ പിടിച്ചടക്കി ആത്മീയമായ മണ്ഡലത്തിൽ എങ്ങനെ മുന്നേറുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ ഓരോ ദിവസവും പരിശോധിക്കണം. നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. 3 മാസം കൂടുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യും. നമ്മൾ ഓക്കെ ആണോ, നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് പോകുന്നോ, ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാനായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുന്ന കാര്യത്തിൽ ഞാനിപ്പോൾ സന്തോഷമായിട്ട് പോകുന്നു. ഞാൻ ഒരു 1-2 മണിക്കൂർ വേദപുസ്തകം വായിക്കുന്നുണ്ട്. എനിക്കങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. അങ്ങനെ നീക്കിവെച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ദൈവവചനം ധ്യാനിക്കുന്ന കാര്യത്തിൽ, ശാന്തസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഏത് കാര്യത്തിന് നമ്മളെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവസന്നിധിയിൽ വേദപുസ്തകം വായിക്കുന്ന കാര്യം, ദൈവസന്നിധിയിൽ ആത്മീയമായിട്ട് ജീവിക്കുന്ന കാര്യം, നമ്മുടെ യോഗങ്ങൾക്ക് പോകുന്ന കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ മറ്റൊരു നിലവാരത്തിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ,
നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് നമ്മൾ ഏറ്റവും നല്ല നിലയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലൂടെ ജീവിച്ചാൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യോസേഫിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കർത്തൃത്വം യോസേഫിൻ്റെ മേലുണ്ടായിരുന്നു. പലപ്പോഴും യോസേഫിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചാൽ ഇഷ്മായേലിയർക്ക് വിറ്റ് ഭയങ്കരമായിരിക്കുന്ന രാത്രിയുടെ യാമങ്ങളൊക്കെ ഒട്ടകത്തിന് തീറ്റ കൊടുത്തും അതുപോലെ ഊഷരമായ മരുഭൂമിയിലൂടെ ഇവരോട് ഒരുമിച്ച് നടന്ന് വളരെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്ന പോത്തിഫറിൻ്റെ ഭവനത്തിലൊക്കെ വളരെ ദുഃഖങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതികൂലങ്ങളിലേക്ക്, സങ്കടങ്ങളിൽ നിന്ന് സങ്കടങ്ങളിലേക്ക്. അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, വേദോസ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നറിയാം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ആ ദൈവം എന്നെ കരുതുന്നവനാണ്, ആ ദൈവം എൻ്റെ ദൈവമാണ്. ആ നീതി വിട്ട്, ആ ദൈവകൃപ വിട്ട് ഞാൻ ഒരിക്കലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനം കുറ്റപ്പെടുത്തി കുറ്റവാളിയെ പോലെ ജയിലിൽ അടച്ചിട്ട് പോലും അവിടെ ഒന്നും യോസെഫ് എന്തെങ്കിലും ഒരു പിറുപിറുപ്പ് പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ കരം. അവിടെ നമ്മൾ പിന്നെയും വായിക്കുന്ന കാര്യം, യഹോവയുടെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ട്. ദൈവം കർത്താവായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നെ ഒരിക്കലും കൈവിടാത്തൊരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള ബോധ്യം യോസേഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് യോസേഫിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൃപയിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഈ യോസേഫിനെ അന്ന് ആ കാരാഗൃഹത്തിൽ നിന്ന് വസ്ത്രം മാറി ഫറവോൻ്റെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. റെഡ് കാർപ്പറ്റിലൂടെ, ചുവന്ന പരവതാനിയിലൂടെ വെളുത്ത് മെലിഞ്ഞ് കൃഷകാത്രനായ ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ നടന്നു വരുമ്പോൾ അതിനു മുൻപ് ഈ ഇദ്ദേഹത്തെ രാജ്യത്തിൻ്റെ മൂന്നാമനായിട്ട് വാഴിക്കും അല്ലെങ്കിൽ രണ്ടാമനായിട്ട് വാഴിക്കുമെന്നൊക്കെ പറയുന്ന ആ സമയം ഇതാരായിരിക്കുമെന്ന് മിസ്രൈമിലെ വലിയ വലിയ ആളുകളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ കൂടെ IAS പഠിച്ച ആരെങ്കിലും ആണോ, നമ്മുടെ കൂടെ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ആണോ, നമ്മുടെ കൂട്ടത്തിൽ IPS പഠിച്ച ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അവരെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും അതിശയമായി പോയി ദൈവത്തിന് വേണ്ടി ജീവിച്ച, ദൈവത്തിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച യോസേഫ് നടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശക്തമായിട്ട് ഓർത്തിരിക്കണം, ദൈവത്തിന് നമ്മുടെ ജീവിതം കൊടുത്ത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ നാം ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് വിചാരത്തെയും പിടിച്ചടക്കി അതിനെ ജയിക്കുന്നെങ്കിൽ നമുക്ക് കർത്താവിനെ ആ നിലയിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കും. മറ്റൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. അവിടെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ഇവിടെ നമ്മുടെ ഈ ചിന്താമണ്ഡലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 സ്വഭാവങ്ങളെക്കുറിച്ച് പറയുക. ഒന്ന് ജഡത്തിൻ്റെ സ്വഭാവം, 2 ആത്മാവിൻ്റെ സ്വഭാവം. ആത്മാവിൻ്റെ സ്വഭാവവും ജഡത്തിൻ്റെ സ്വഭാവവും. ജഡത്തിൻ്റെ സ്വഭാവം ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ ആത്മാവിൻ്റെ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ, ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്കിടയായിത്തീരും. അപ്പം നമ്മുടെ ശരീരം, നമ്മുടെ സ്വഭാവം എങ്ങനെയുണ്ട്? എൻ്റെ സ്വഭാവത്തെ ഞാനൊന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലർക്കും നമ്മുടെ സ്വഭാവം അറിയാം, പക്ഷേ എൻ്റെ സ്വഭാവം എനിക്കാണ് ആദ്യം മനസ്സിലാകേണ്ടത്. ഞാൻ എൻ്റെ സ്വഭാവത്തെ പഠിക്കണം. എന്നിട്ട് എൻ്റെ സ്വഭാവത്തെ കർത്താവിൻ്റെ സ്വഭാവമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കത്തില്ല. വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. കാരണം കർത്താവിൻ്റെ സ്വഭാവം യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ മക്കളായി ജനിച്ച നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം, ആത്മാവിൻ്റെ സ്വഭാവം, ജഡത്തിൻ്റെ എല്ലാ ചിന്തകളിൽ നിന്നും മാറി ആത്മാവിൻ്റെ ചിന്തയിൽ നമ്മളെ എപ്പോഴും
നമ്മളെ നിലനിർത്താനായിട്ട് നമുക്കിടയായി തീരണം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നാം ചിന്തിച്ചു, നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ വിശുദ്ധീകരിക്കണം. രണ്ട്, നമ്മുടെ ചിന്താമണ്ഡലം, നമ്മുടെ ആത്മീകമായ ചിന്താമണ്ഡലത്തെ നമ്മളെപ്പോഴും നമ്മുടെ ചിന്തയിൽ ദൈവത്തിൻ്റെ വചനം വരാനായിട്ടിടയാകണം. നമ്മുടെ ചിന്തയിൽ എപ്പോഴും കർത്താവിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കാനിടയാകണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവവചനത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ പാട്ട് പാടുക, ദൈവവചനം വായിക്കുക, ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവവചനം ചിന്തിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാം, പാട്ടൊക്കെ പാടി പോവാം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിയാതെ, കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കർത്താവിനോട് ശത്രുത്വമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമുക്ക് ജീവിക്കാനായിട്ട് നമുക്കിടയായി തീരണം. അതിന് കർത്താവ് സഹായിക്കട്ടെ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരം, കർത്തൃത്വം നമ്മുടെ ശരീരങ്ങളിൽ വാഴണം. രണ്ട് വാക്കുകൾ വേദപുസ്തകത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക. ഒന്ന്, ജഡത്തെ ഉരിഞ്ഞു കളയുക, ക്രൂശിക്കുക. ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യാഗത്തിനായിട്ട് കൊണ്ടുവരുന്ന മൃഗത്തെ അതിൻ്റെ മുഴുവൻ ആ തോലുരിച്ചു കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ജഡത്തെ അങ്ങനെ തന്നെ ഉരിച്ചു മാറ്റി പുതിയ മനുഷ്യനെ ധരിച്ച് പുതിയ രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ഇടയാകണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം കർത്താവിൻ്റെ ആണെന്ന് പറയുന്നത്? കർത്താവിൻ്റെ കർത്തൃത്വം നമ്മുടെ ശരീരത്തിൽ വാഴണം എന്ന് പറയാൻ കാര്യം 2 കൊരിന്ത്യർ 6-19 വാക്യം നമുക്ക് എല്ലാവർക്കും 1 കൊരിന്ത്യർ 6-19 വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ 6-19 വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എത്ര ആഴമായ ഭയങ്കരമായ ഒരു വാക്യമാണിത്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ശരീരമാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരം. ആ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കും അതറിയാം. ഞാനത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു പുതിയ കാര്യമല്ല പറയുന്നത്. എനിക്കറിയാം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. അപ്പം നമ്മുടെ ഈ ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്താണ്, എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് നമ്മുടെ ശരീരങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വില കൊടുത്തതാരാ? സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അപ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിന് തൊട്ട് മുൻപിലുണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് ദുർനടപ്പ് ചെയ്താൽ ആ ദുർനടപ്പിനോട് നമ്മൾ പങ്കാളികളായി തീർന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുത്തതാണ്. ഇനി അതെടുക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് വിറ്റതാ, ദൈവം അത് വാങ്ങിച്ചതാ. ഇനി ഈ ശരീരം എനിക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് യാതൊരു റൈറ്റും ഇല്ല. നമ്മൾ വിറ്റ ഒരു വണ്ടി അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വിറ്റ ഒരു വസ്തുവിൽ നമ്മൾ പിന്നെയും കൃഷി ചെയ്യാൻ പോയാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ വിറ്റ ഒരു സാധനം നമ്മൾ അവരുടെ പെർമിഷൻ കൂടാതെ പിന്നെയും എടുക്കുവാനോ ഉപയോഗിക്കുവാനോ ഇടയായാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കള്ളത്തരം ചെയ്തു, അല്ലെങ്കിൽ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ദോഷം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ നമ്മുടെ ശരീരങ്ങളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇനി ഈ ശരീരം കൊണ്ട് നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ അവയവങ്ങളിൽ ഇനി പാപം വാഴരുത് എന്ന് റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ആ ശരീരത്തെ ദൈവത്തിനായിട്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ മാത്രമേ ഏതൊരു കാര്യത്തിലും ഏർപ്പെടുവാൻ പാടുള്ളൂ. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ വന്നത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഈവൻ ഓവറായിട്ട് ആഹാരം കഴിക്കുന്നത് പോലും ശരീരത്തിന് ദോഷമാണ്. അതുകൊണ്ട് അതിന് പോലും നമുക്ക് അവകാശമില്ല.
ഒരു ഓവറായിട്ട് ആഹാരം കഴിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുത്തതുകൊണ്ട് നമ്മൾ ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ശരീരം കൊണ്ട് കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. അപ്പോൾ ഇനി നമ്മൾ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. പൗലോസ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ ദൈവത്തിനുള്ള വിശ്വാസത്തിൽ. അപ്പോൾ എന്നെ ദൈവത്തിന് കൊടുത്തു എന്നുള്ള ബോധ്യത്തോടു കൂടെ എല്ലാ ദിവസവും എൻ്റെ ജീവിതം ആരംഭിക്കണം. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്നെ വിളിക്കാം. ഈ ശരീരം താൽക്കാലികമായിട്ട് ഞാനിവിടെ കൊണ്ടു നടക്കുക. ഈ ശരീരം എൻ്റെ അല്ല, ഈ ശരീരം കർത്താവിന് കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. അതിന് കർത്താവ് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്തത് 4-ാമത്തെ കാര്യം, 1 നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വഴിക്കണം. 2 നമ്മുടെ ചിന്തകളെ ക്രിസ്തുവിൻ്റെ വിചാരത്തിന് വിരോധമായി വരുന്ന എല്ലാ ചിന്തകളെയും പിടിച്ചടക്കണം. 3 നമ്മുടെ ശരീരങ്ങളെ വിറ്റതാണ്, കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാണ്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം. ഈ വില കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നല്ലൊരു വാഹനം നല്ല വില കൊടുത്ത് വാങ്ങിച്ചൊരു വണ്ടി എവിടെയെങ്കിലും റോഡ് സൈഡിൽ ഇട്ടിട്ട് നമ്മൾ പോകത്തില്ല. ഏതെങ്കിലും ഒരു റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ച് നമ്മൾ പോകത്തില്ല. എന്നാൽ അത് നമ്മുടെ പോർച്ചിൽ കൊണ്ടുവന്ന് എപ്പോഴും കഴുകി വൃത്തിയാക്കി നല്ല സൂക്ഷിച്ച് കൊണ്ടു നടക്കും. ഇതുപോലെ ദൈവസന്നിധിയിൽ നാം എപ്പോഴും വളരെ സൂക്ഷ്മതയോടെ, പൗലോസ് പറയുന്നത് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. അക്രോബാറ്റ്സ്, ഞാണിന്മേൽ നടക്കുന്നവരെ പോലെ വളരെ കൃത്യതയോടുകൂടെ നടക്കണമെന്ന പൗലോസ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 4-ാമത്തെ കാര്യം, നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഭാഗം വിടുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നമുക്ക് സംസാരിക്കാം. എന്താ സംസാരിക്കേണ്ടത്? ഫോഷ്ക്ക് സംസാരിക്കാൻ അവകാശമില്ല. ഫോഷ്ക്ക് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഫോഷ്ക്ക് ഉപേക്ഷിച്ചിട്ട് എന്ത് സംസാരിക്കാൻ പാടില്ല. ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ചിട്ട് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. കേൾക്കാമോ? കേൾക്കാം. എന്തോ ഓക്കെ. അപ്പോൾ നാം ഫോഷ്ക്ക് ഉപേക്ഷിച്ച് നമ്മൾ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. അടുത്ത് നമ്മൾ വായിക്കുന്ന 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അയ്യോ, എന്തോ സംഭവിച്ചു. ഹലോ, കേൾക്കാം. ഓക്കെ, ഒരു കോള് എവിടുന്നോ വന്നത്, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല. ഓക്കെ, താങ്ക് യു. സോറി. കേൾക്കാമല്ലോ? ഓക്കെ. അപ്പം നമ്മളിവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പം നമ്മൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധന. ഇപ്പോ കേൾക്കാമോ സർ? ഓക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അടുത്തത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ വാക്കുകൾ, പലപ്പോഴും നമ്മുടെ വാക്കുകൾ എങ്ങനെയുണ്ട്? നമ്മുടെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇടപെടുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു? വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്കുകൊണ്ട് നമുക്കറിയാം നമ്മൾ
യാക്കോബിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ ചെറിയ ചെറിയ വാക്കത് വലിയ കാട് കത്തിക്കുന്നു, അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ആ ആശയം നമുക്കറിയാം. വാക്കുകൾ വളരെ മൂർച്ചയുള്ളൊരായുധമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാനെന്ന് പൗലോസ് ഓർപ്പിക്കുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വാക്കുകൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. 5-ാമത്തെ കാര്യം, നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു നല്ല മനസാക്ഷി. അപ്പോൾ അവിടെ നമ്മൾ നല്ല മനസാക്ഷി വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന നമ്മുടെ മനസാക്ഷിയുടെ കർത്തൃത്വം കർത്താവിനായിരിക്കണം. നമ്മുടെ മനസാക്ഷിയുടെ കർത്തൃത്വം. നമ്മൾ മനസാക്ഷിയെക്കുറിച്ച് വായിക്കുമ്പോൾ 1 തിമോഥെയോസ് 1:5 നമ്മൾ വായിക്കുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാലുള്ളവാകുന്ന സ്നേഹം തന്നെ. അപ്പം നമുക്ക് നമ്മുടെ കർത്തൃത്വത്തിൻ്റെ പടി എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയുമാണ്. ആത്മീയ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നല്ല മനസാക്ഷി എത്രത്തോളം സൂക്ഷിക്കാനിടയാകുന്നുണ്ട്, എത്രത്തോളം നമുക്ക് നല്ല മനസാക്ഷിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മനസാക്ഷി, ഈ തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ മനസാക്ഷി എന്നുള്ള വാക്ക് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ തിമോഥെയോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന, മാനേ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ള ആളായിരിക്കണം. അപ്പം നല്ല മനസാക്ഷി എന്താ? ഈ മനസാക്ഷി നമ്മൾ ചില പറയാം, നല്ല മനസാക്ഷിയുള്ള ആളാണ് പുള്ളി, നല്ല മനസാക്ഷിയുള്ള ആളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ദൈവമുൻപാകെ നമ്മുടെ മനസ്സ് എങ്ങനെയുണ്ട്? ദൈവത്തിൻ്റെ കാര്യങ്ങളോട് നമ്മുടെ മനസാക്ഷി എങ്ങനെയുണ്ട്? ആത്മീയ ജീവിതത്തിൽ നമ്മുടെ മനസാക്ഷി എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്കിടയായി തീരണം. ഞാൻ ഈ നല്ല മനസാക്ഷി 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലും അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ടും ശുശ്രൂഷകന്മാർ അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അതിൻ്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ശുദ്ധ മനസാക്ഷിയുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നല്ല മനസ്സ്, ദൈവത്തെ വിശ്വസിക്കുന്ന ഏറ്റവും ശുദ്ധ മനസ്സാക്ഷി, നിഷ്കളങ്ക മനസ്സോടെ ഈ ശിശുക്കളെ പോലെ ആയിത്തീരുക. നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ ശിശുക്കളെ പോലെ നല്ല മനസ്സുള്ളവരായിട്ട് മാറണം. പ്രിയപ്പെട്ടവരെ, അതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ഊര്യാവിനെ കുറിച്ചൊരു കാര്യം ചിന്തിക്കാറുണ്ട്. ഊര്യാവിനെ കൊല്ലണമെന്നും പടയ്ക്ക് മുൻപിൽ നിർത്തണമെന്നും ഉള്ള ചുരുള് ആ ചുരുളിൽ എഴുതി കൊടുത്തു വിട്ടത് ഊര്യാവിൻ്റെ കയ്യിൽ തന്നെയാണ്. ദാവീദ് ആ ചുരുൾ ഊര്യാവിൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. ഊര്യാവ് ഈ ചുരുളുമായിട്ടാണ് പോയത്. ഊര്യാവിനെ കുറിച്ച് ദാവീദിന് നല്ല ഉറപ്പുണ്ട്, അത് തുറന്നു വായിക്കത്തില്ല. ഒരു ശുദ്ധ മനസാക്ഷി, ഞാൻ പറയുന്ന അങ്ങനെ തന്നെ കേൾക്കുന്ന ഒരു നല്ല മനസ്സ്. നമുക്കുള്ള യജമാനൻ അങ്ങനെയുള്ള യജമാനനല്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ മനസ്സുപോലെ നാം പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൃപയിൽ ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്നുള്ളതിന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ശുദ്ധ മനസാക്ഷി, നിർവ്യാജ വിശ്വാസവും ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. നമ്മളെ തന്നെ വളരെ നല്ല മനസാക്ഷിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് ഈ നല്ല വിശ്വാസവും നല്ല മനസാക്ഷിയും എപ്പോഴും ഉണ്ടാകാനായിട്ട് ഇടയാകണം. ദൈവത്തിൻ്റെ വചനം ശുദ്ധ മനസാക്ഷിയിൽ അത് വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ഇടയാകണം. വിശദീകരിക്കാൻ ആയിട്ട് സമയമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായി എനിക്കറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മറ്റു വാക്യം നമ്മൾ വായിക്കുന്നത്, നമ്മുടെ മനസ്സ് എങ്ങനായിരിക്കണം. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വാക്യമുണ്ട്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ശുദ്ധ മനസാക്ഷിയിൽ ജീവിതം കഴിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ. ഞാൻ ഈ വാക്യം വായിച്ച് വളരെ അതിശയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സങ്കടപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, എനിക്ക് അങ്ങയുടെ മനസ്സുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ഞാൻ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കർത്താവിൻ്റെ മനസ്സ് വെച്ച് ഏർപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിൻ്റെ ക്ഷമ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ നമ്മളോടുള്ള കാരുണ്യം, കർത്താവിന് നമ്മളോടുള്ള അനുകമ്പ, കർത്താവിന് നമ്മളോടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കർത്താവിനെ ഒന്ന് ചിന്തിച്ചേ. കർത്താവിനെ ചിന്തിക്കുമ്പോൾ കർത്താവ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. എന്നിട്ട് പൗലോസ് പറയുക, നാമോ
ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. നമ്മുടെ കർത്തൃത്വം, കർത്താവിൻ്റെ കർത്തൃത്വം നമ്മുടെ മനസ്സിൽ എത്രമാത്രമുണ്ട്, നമ്മുടെ മനസ്സിന് എത്രമാത്രം ആ കർത്താവിൻ്റെ കർത്തൃത്വം സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകളിലും ഇടപാടുകളിലും എൻ്റെ പോക്കിലും വരവിലുമൊക്കെ കർത്താവ് എന്നിൽ എത്രമാത്രം, എൻ്റെ മനസ്സിനെ അതെത്രമാത്രം മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ കർത്താവിൻ്റെ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചാൽ എൻ്റെ ആത്മീയ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അതിന് നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ വായിക്കുന്നുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചവരാണെങ്കിൽ നാം പലപ്പോഴും പരിശോധിച്ച് വേണം ജീവിക്കാനായിട്ട്. എഫെസ്യ ലേഖനം 5:9 അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ്. 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. കർത്താവിന് പ്രസാദമുള്ളത്, പ്രിയപ്പെട്ടവർ, ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കർത്താവിന് പ്രസാദകരമായ കാര്യമാണോ? കർത്താവിന് പ്രസാദമുള്ളത് മാത്രമേ നാം ചെയ്യാവൂ. കർത്താവിന് പ്രസാദമുള്ളവരായിട്ട്, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. ഈ കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഒരു കാര്യത്തിൽ കർത്താവിന് പ്രസാദമായ കാര്യം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ അല്പം സൈഡ് വാല്യൂവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ തെറ്റായ ഒരു നിഗമനത്തിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്, കർത്താവിൻ്റെ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിൻ്റെ ആ അനുഭവത്തിൽ നമ്മൾ കർത്താവിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി അന്വേഷിച്ച് പ്രവർത്തിക്കണം എന്നാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളിൽ കർത്താവിൻ്റെ പ്രസാദകരമായ പ്രവൃത്തിയാണോ ഞാൻ ഈ കാലം മുഴുവൻ ചെയ്തത് എന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ കഴിഞ്ഞാൽ, എന്നെ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ, എൻ്റെ ജീവിതത്തിലെ കുറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങൾ, അത് മുഴുവനായിട്ടും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ എന്നെ തന്നെ പരിശോധിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ എന്നെയും നിങ്ങളെ പരിശോധിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഞാൻ 7-ാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച്, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ എങ്ങനെ ആയിരിക്കണം? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം നമ്മുടെ ലോർഡ്ഷിപ്പ്, നമ്മുടെ കർത്താവിൻ്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാര്യം എൻ്റെ വിശുദ്ധിയാണ്. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറിയിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ വിശുദ്ധ ജീവിതം എങ്ങനെയുണ്ട്? എൻ്റെ ചിന്താമണ്ഡലത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ അന്വേഷണത്തിൽ എല്ലാം ഞാൻ വിശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം ഇന്ന് ചിന്തിച്ച പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ. 1, നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായിട്ട് വാഴിക്കുക, കർത്താവിനെ വിശുദ്ധീകരിക്കുക. 2, നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുസരണത്തിന് വിപരീതമായി വരുന്ന എല്ലാ ചിന്തകളെയും പിടിച്ചടക്കി നമ്മൾ കർത്താവിൻ്റെ അനുസരണത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ശരീരം, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിട്ട് ജഡത്തിൻ്റെ ചിന്തയല്ല ആത്മാവിൻ്റെ ചിന്തയിൽ ജീവിപ്പാൻ, ആത്മാവിൻ്റെ ഫലങ്ങളുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പിന്നീട് നമ്മൾ വായിച്ചു, നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സത്യം സംസാരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അടുത്തത്, നാം കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. 7-ാമത്തെ കാര്യം, നാം വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധിയുടെ ജീവിതം
അത് നമുക്ക് എല്ലാ അർത്ഥത്തിലും വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയെക്കുറിച്ച് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധിയാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധിക്ക് അതിന് തത്തുല്യമായൊരു വിശുദ്ധി നമുക്ക് സാധിക്കുമോ? അത് നമുക്കുള്ള വിശുദ്ധി ഇമ്പ്യൂട്ടഡാ. നമുക്ക് കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുക. എന്നാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധമായ കാര്യങ്ങൾ, നമ്മുടെ ചിന്ത വിശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം, നമ്മുടെ വാക്കുകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം, നമ്മുടെ ആത്മീയമായിരിക്കുന്ന നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ കാര്യങ്ങൾ അന്വേഷിക്കണം. ആ മുഴുവനായ വിശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ പലപ്പോഴും അവരെക്കാൾ ഞാൻ മെച്ചമാണെന്നാണ് ചിന്തിക്കാറ്. അവരെക്കാളൊക്കെ ഞാൻ മെച്ചമാണ്, ആ ആളെ കഴിഞ്ഞ് ഞാൻ മെച്ചമാണ്, ആ സഭയിലുള്ള ആളുകളെക്കാൾ ഈ സഭയിലുള്ള ഒരു മെച്ചമാണ്. അങ്ങനല്ല. കർത്താവിൻ്റെ വിശുദ്ധിക്ക് യോഗ്യമാവണം. എന്നെ എപ്പോഴും നമ്മുടെ മാതൃക, അവൻ നമുക്ക് മുമ്പിൽ നല്ലൊരു മാതൃക വെച്ചു പോയി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ച് ആത്മീയരായി ജീവിക്കുവാനായിട്ട്, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തെ ആ നിലയിൽ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നോഹ ദൈവത്തിന് ആ പെട്ടകം പണിയുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ എല്ലാം അങ്ങ് ചെയ്തു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ദാനിയേൽ ഈ രാജാവിൻ്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന്. ഈവൻ നമ്മുടെ ആഹാരത്തിൽ പോലും ഒരു വിശുദ്ധി വേണം. നമ്മുടെ ഡ്രസ് കോഡ്, നമ്മൾ ശലോമോൻ പറയുന്നത്, നിങ്ങളുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ, അത് ദൈവം അങ്ങനെ കൽപ്പന കൊടുത്തതുകൊണ്ടായിരിക്കണം പിശാച് സർവ്വമാന ആളുകൾക്ക് വെള്ള കൊടുത്തത്. എല്ലാ രാഷ്ട്രീയക്കാരും വെള്ളയാണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ അനുഗ്രഹത്തോടെ പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.